ഹലോ ഗായ്സ്, മെരി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ്സ് നമ്മൾ ബാഗ്സിലും കാര്യത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിരിക്കുമല്ലേ കാണാൻ വേണ്ടി. അപ്പം സിമ്പിളായിട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഹെയർസിനൊക്കെ ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ബണ്ണില്ലേ, ഈ 3 കളർ ഹെയർ ബണ്ണ് മാത്രം മതി നമുക്ക് ഈ ഒരു ആക്സസറി ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്രിസ്മസ് സാൻറ്റീൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ നോർമൽ ഹെയർ ബൺ എടുക്കുക. ഹെയർ ബൺ ഇപ്പോൾ ഈ വീഡിയോൻ്റെ കണ്ട പോലെ നമ്മൾ തിരിച്ചായി ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഈ സർക്കിളിന് ചുറ്റും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പോർഷൻ വട്ടത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മിഡിലായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കോട്ടൺ നിറച്ച് കൊടുക്കാം. കോട്ടൺ നിറച്ചതിന് ശേഷം നമുക്കത് ഇതേപോലെ ഒന്ന് തുന്നിയെടുക്കാം. കണ്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് ഫേസ് പോലെ തന്നെ ആയില്ലേ. അതിനുശേഷം നമുക്ക് അടുത്ത കളേഴ്സ് ആയിട്ടുള്ള നമ്മൾ സാന്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പാണല്ലോ ഈ റെഡും വൈറ്റും കോംബോ ഒരു മസ്റ്റാണല്ലേ. പിന്നെ നമുക്ക് ഈ 2 ഹെയർ ബണ്ണും ഇതേപോലെ കണ്ടോ മേലെയും താഴെയായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ഫുൾ റൗണ്ടായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെയായിരിക്കും വേണ്ടത്. അതിനുശേഷം ഈ 2 പോർഷൻ നമുക്കിങ്ങനെ പിന്നിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു വൈറ്റ് പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കളയാം. അതേപോലെ നമുക്കൊരു ഹാറ്റ് പോലെ തന്നെ നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് അതും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഹാറ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് നല്ല ക്യൂട്ട് സാൻറ്റയുടെ ഹാറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മേലെയുള്ള ചെറിയ ഒരു ഉണ്ട പോലത്തെ സാധനമില്ലേ അതുണ്ടാക്കാൻ കണ്ടോ. ഇത്രയും സിമ്പിളാണ്. ഈ ഒരു സെയിം ബണ്ണിന് തന്നെ നമുക്കിങ്ങനെ ആക്കി എടുത്തിട്ട് ഒന്നിക്കൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതൊരു ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. അടുത്തതായിട്ട് നമ്മൾ സാൻറ്റീൻ്റെ വൈറ്റ് മുസ്റ്റാഷസ് ഉണ്ടാക്കിയാലോ. അതും വളരെ സിമ്പിളാണ്. ഈ വൈറ്റ് നമ്മളെ ബണ്ണില്ലേ അതെന്നെ ചെറുതായി ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ട് കണ്ടോ നമ്മുടെ കയ്യിൽ ചെറിയ മുട്ടുസൂചി ഉണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു സാധനം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ മുട്ടുസൂചി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ നമ്മൾ സാൻറ്റയുടെ ഹാറ്റൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പം കാണുമ്പോൾ ഒരു മിനി സാൻറ്റേനെ പോലെയൊക്കെ ഇല്ലേ. അപ്പോൾ ഈ ഹാറ്റ് നമുക്ക് ഫിക്സ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഗ്ലൂ ഗൺ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈഡിൽ ചെറിയൊരു സ്റ്റിച്ച് കൊടുത്താലും മതി, അത് ആർക്കും മനസ്സിലാവുമൊന്നുമില്ല. പക്ഷേ ഗ്ലൂ ഗണ്ണാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്തത്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ തൊപ്പീൻ്റെ അറ്റത്തുള്ള ആ വൈറ്റ് പോർഷനില്ലേ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സെറ്റായില്ലേ. ഇനി നമുക്ക് മൂക്കുണ്ടാക്കാം. മൂക്കുണ്ടാക്കുന്നതും വളരെ സിമ്പിളാണ്. നേരത്തെ ആ ബാക്കി വന്ന പോർഷൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മൂക്കും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ മെയിൻ പാർട്ട്, നമ്മുടെ ക്രിസ്മസ് സാൻറ്റീൻ്റെ മെയിൻ പാർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് നമ്മുടെ മുസ്റ്റാഷസ് ആണല്ലോ. അതും സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാട്ടോ. കുറച്ചും കൂടി ഒരു ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ ചെറിയൊരു ബ്ലഷും കാര്യങ്ങളും പോലെ ജസ്റ്റ് കളർ വെച്ചതാണ്. അതൊക്കെ ഒരു ഓപ്ഷണലാണ്. പിന്നെ ഇതേപോലെ നമുക്ക് മുസ്റ്റാഷസ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആയാലും നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടോ നല്ല അടിപൊളിയായി വന്നിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ സിമ്പിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ അത്രയേ ഉള്ളൂ.